Good morning, dears. Welcome back to company account classes. Today's topic is differences between shares and stock. What is share? What is stock? ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? As you know, shares are smallest part of share capital, showing ഓണർഷിപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ കാണിക്കുന്നത് ഓണർഷിപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ്. സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ. എൻ്റയർ ഷെയർ ക്യാപിറ്റലിനെ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ആയിട്ട് തിരിക്കുകയാണ് ഷെയർസ്. ഓരോ ഷെയർ ഹോൾഡേഴ്സും ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണം വ്യത്യസ്തങ്ങളായിരിക്കും. 10 മൾട്ടിപ്ലിക്കേഷൻസ്, 100 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഷെയർ എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. അത് കാണിക്കുന്നത് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഓണർഷിപ്പാണ്. ഇത്ര ഓണർഷിപ്പ് ഒരു കമ്പനിയിലുണ്ട്, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. എന്നാൽ സ്റ്റോക്ക് എന്താണ്? ബണ്ടിൽ ഓഫ് ഷെയർസ് ഓഫ് എ മെമ്പർ ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്ന മൊത്തം ഷെയറിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. എല്ലാ ഷെയറും കൂടെ ആ ഷെയറിൻ്റെ ബണ്ടിലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. ഷെയർ ഡെഫിനിറ്റ് നമ്പറാണ്. ഷെയറിനൊരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ടാവും. എന്നാൽ നോ സച്ച് ഡെഫിനിറ്റ് നമ്പർ ഫോർ എ സ്റ്റോക്ക്. സ്റ്റോക്ക് ബണ്ടിൽ ഓഫ് ഷെയർസ് ആണ്, അതിനൊരു ഡെഫിനിറ്റ് നമ്പറൊന്നുമില്ല. എന്നാൽ ഷെയറിനൊരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ ഷെയർസ് മേ ബി പാർട്ട്ലി പെയ്ഡ് അപ്പ് ഓർ ഫുള്ളി പെയ്ഡ് അപ്പ്. ഷെയർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആവാം, അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആവാം. എന്നാൽ സ്റ്റോക്സ് ആർ ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ്. സ്റ്റോക്ക് എപ്പോഴും ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കും. സ്റ്റോക്ക് ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അതേപോലെ ഷെയർസ് ക്യാൻ നെവർ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫ്രാക്ഷൻ. ഷെയർ ഫ്രാക്ഷനിലാവില്ല. പൊതുവെ 10 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 10 അല്ലെങ്കിൽ 100 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 100. ഒരു ഷെയർ ഹോൾഡർക്ക് ഷെയർ അലോട്ട് ചെയ്യുക 10 ഷെയർ, അല്ലെങ്കിൽ 20 ഷെയർ, 30 ഷെയർ, 40 ഷെയർ, 50 ഷെയർ, അങ്ങനെ 10 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 10 ആണ്. ചിലപ്പോൾ 100 ആൻഡ് മൾട്ടിപ്ലിക്കേഷനും ആവാം. 100, 200, 300, 400, 500 അങ്ങനെ പോകും. ഫ്രാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല എന്നതാണ്. ഷെയർസ് ക്യാൻ നെവർ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫ്രാക്ഷൻ. എന്നാൽ സ്റ്റോക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫ്രാക്ഷൻ. സ്റ്റോക്ക് ഫ്രാക്ഷൻ ആവാം എന്നതും ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അതേപോലെ ഷെയർസ് ഹാവ് നോമിനൽ വാല്യൂ. സ്റ്റോക്ക് ഡസ് നോട്ട് ഹാവ് നോമിനൽ വാല്യൂ. ഷെയറിനൊരു നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും. ഫേസ് വാല്യൂ, റുപ്പീസ് പെർ ഷെയർ, പ്രൈസ് പെർ ഷെയർ. ഷെയറിന് മുഖവിലുണ്ടായിരിക്കുമല്ലോ. അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 10, അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 100. അങ്ങനെ ഇക്വിറ്റി ഷെയർ ആയാലും പ്രിഫറൻസ് ഷെയർ ആയാലും ഒക്കെ ഒരു മുഖവില ഉണ്ടായിരിക്കും, നോമിനൽ വാല്യൂ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ബണ്ടിൽ ഓഫ് ഷെയർസ് ഓഫ് എ മെമ്പർ ഇൻ എ കമ്പനി. ബണ്ടിൽ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ എ മെമ്പർ ഇൻ എ കമ്പനി ആകുന്നത് കൊണ്ട് അവിടെ എന്തില്ല? നോമിനൽ വാല്യൂ ഇല്ല. ഷെയറിനാണ് നോമിനൽ വാല്യൂ ഉണ്ടാവുക. അതേപോലെ ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ്, സ്റ്റോക്ക് നോട്ട് ടു ബി ഇഷ്യൂഡ്. അതായത് ഇഷ്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് നോട്ട് പോസിബിൾ. സ്റ്റോക്ക് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഷെയറാണ് ഇഷ്യൂ ചെയ്യുക. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് മെമ്പേഴ്സിന് അലോട്ട് ചെയ്ത് കിട്ടുന്ന ഷെയറിൻ്റെ ആ ബണ്ടിൽ, ഓരോ ഷെയർ ഹോൾഡറും ഹോൾഡ് ചെയ്യുന്ന ഷെയറുകളുടെ ബണ്ടിലിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ
ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് സ്റ്റോക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റുകളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഷെയർസ് എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഷോയിങ് ഓണർഷിപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. എന്നാൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ബണ്ടിൽ ഓഫ് ഷെയർസ് ഓഫ് എ മെമ്പർ ഇൻ എ കമ്പനി. ഷെയർസ് will have a definite number. Stock have no such a definite number. Shares can be partly paid or fully paid. Stock always fully paid. Shares can never be transferred into fraction. Stock can be transferred into fraction. Shares have a nominal value. Stock does not have a nominal value. And shares can be issued. Issue of stock is not possible. These are the differences between shares and stock. Let us see again with another topic in another video. Thank you for all.